ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താവിഷയത്തിനായി നമുക്കൊരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 57-ാം സങ്കീർത്തനത്തിൻ്റെ ലാസ്റ്റ് വചനം നമുക്കൊന്ന് വായിക്കാം. എൻ്റെ 11-ാമത്തെ വചനം. ദൈവമേ, നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ, നിൻ്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. ഹല്ലേലൂയ. നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന ഒരു വചനമാണ്, നിൻ്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു വചനം ഇങ്ങനെ വായിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുവാനിടയായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ആത്മീയപരമായ ജീവിതത്തിലും നമ്മുടെ മുമ്പോട്ടുള്ള ഓരോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ക്രിസ്തുവിൻ്റെ മഹത്വം എന്ത് ചെയ്യണം? വെളിപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നിടത്ത് എന്തുണ്ട്? ഹല്ലേലൂയ. അവിടെ ഒരു മാറ്റം സംഭവിക്കുവാനിടയാക്കിയിട്ടു. അപ്പം എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ കർത്താവിൻ്റെ മഹത്വം വ്യാപരിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്കറിയാം, തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മളിൽ എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശാലത വേണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു മഹത്വീകരിക്കപ്പെടണമെങ്കിൽ അത് ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരേണ്ടതിനും ഹല്ലേലൂയ പല മേഖലകളിൽ ഒരു വിശാലതയ്ക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് അനേക ഇടങ്ങളിലേക്ക് ഓടുന്നവരാണ് അല്ലേ? പല പല കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നവരാണ്. എനിക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പച്ച പിടിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ തലമുറകളുടെ സ്തോത്രം ഓരോ കാര്യങ്ങളുടെ നടുവിൽ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ, ഒരു വിശാലത വേണമെങ്കിൽ പലപ്പോഴും നമ്മൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. എങ്കിൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയാണ്, കർത്താവേ, നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ കാണുന്ന സകല അല്ലെങ്കിൽ ഈ കാണുന്ന സകല ഭൂമിയിന്മേലും അതിൽ വസിക്കുന്നവരുടെ മേലും കർത്താവെ നിന്റെ മഹത്വം എന്ത് ചെയ്യട്ടെ? പരക്കട്ടെ എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ ഒരു ഉറപ്പുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം ഈ സർവ്വഭൂമിയിലേക്കും വ്യാപരിക്കുമ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ട്, അവിടെ ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ. സ്തോത്ര. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഹല്ലേലൂയ നമ്മുടെ മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങളുടെ നടുവിലും കർത്താവിൻ്റെ മഹത്വം വ്യാപരിച്ചാൽ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന സ്തോത്രം, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ ഒരു പക്ഷേ മാരകമായ രോഗത്താൽ അടിമപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്നെ കേൾക്കുന്നത്. സ്തോത്ര. അതുപോലെ തന്നെ പല പല വേദനകളാൽ നിന്റെ ഉള്ളം നീറുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്നെ കേൾക്കുന്നത്. പല പല ഭാരങ്ങൾ കൊണ്ട് ഹല്ലേലൂയ മക്കളെ ചൊല്ലിയും സ്തോത്രം ജോലിയെ ചൊല്ലിയും, അല്ലെങ്കിൽ മുമ്പോട്ട് എങ്ങനെ ഞാൻ ജീവിക്കുമെന്ന് ചൊല്ലിയും സ്തോത്ര ഹല്ലേലൂയ നീ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്നെ കേൾക്കുന്നത്. എങ്കിൽ പരിശുദ്ധാത്മാവിന് ഇന്ന് നിന്നോട് പറയുവാനുള്ളത് സ്തോത്ര, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നീ കാത്തിരിക്കുക. ദൈവ മഹത്വം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നീ ആഗ്രഹിക്കണം. നമ്മൾ ഓരോ ദൈവ മക്കളും ആഗ്രഹിക്കണം. നമുക്കറിയാം, സങ്കീർത്തനക്കാരൻ ഇപ്രകാരം നമുക്ക് വചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവേ നീ എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാവുന്നു, നീ എൻ്റെ പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാവുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വേണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു മുമ്പോട്ടൊരു ഒരു ദൈവിക അനുഭവം അല്ലെങ്കിൽ ഒരു ദൈവിക ആയിട്ടുള്ള ആ ഒരു സാന്നിധ്യം നമുക്ക് വേണമെങ്കിൽ അവിടെ എല്ലാം നമ്മളിൽ വ്യാപരിക്കണം? പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം, അതായത് ദൈവത്തിൻ്റെ മഹത്വം ഈ നാളുകളിൽ വ്യാപരിക്കുമാറാകണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ഈ നാളുകളിൽ ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവെ അങ്ങയുടെ മഹത്വം ഈ ഭൂമിയിന്മേൽ മൊത്തം വ്യാപരിക്കട്ടെ. സ്തോത്ര. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുവാൻ ഇടയായത്, കർത്താവെ അങ്ങയുടെ മഹത്വം എൻ്റെ ജീവിതത്തിന്മേൽ വ്യാപരിക്കണം, എൻ്റെ ജോലി മണ്ഡലങ്ങളിൽ മേൽ വ്യാപരിക്കണം, എൻ്റെ എല്ലാ മേഖലകളിലും അങ്ങയുടെ മഹത്വം വ്യാപരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ തോറ്റുപോകാൻ ഇടയാകില്ല, ഞാൻ എവിടെയും താളടിയായി പോകുവാൻ ഇടയാകില്ല. സ്തോത്ര. ഹല്ലേലൂയ. നമുക്കറിയാം, യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ തന്നെ 49-ാം അധ്യായത്തിൻ്റെ
അതിൻ്റെ 3-ന്റെ അവസാനം നമ്മൾ മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ഇസ്രായേലേ നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹുദ്ധീകരിക്കപ്പെടും. അതേ ദൈവമക്കളെ, ഇന്ന് വൽക്കാല ഹല്ലേലൂയ, കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്യും? മഹുദ്ധീകരിക്കപ്പെടും. ആമേൻ, സ്തോത്രം. അപ്പോൾ ഒരു ദൈവദാസനായിക്കൊള്ളട്ടെ, നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു ദൈവ പ്രവൃത്തി വ്യാപരിക്കണമെങ്കിൽ ഹല്ലേലൂയ, ഒരു വിശാലതയുടെ അനുഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, അനേക വിടുതലുകൾ നടക്കണമെങ്കിൽ, വിടുതലിൻ്റെ ശുശ്രൂഷകൾ നടക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഉണർവ് വ്യാപരിക്കണമെങ്കിൽ, ആമേൻ, സ്തോത്രം, ഇവിടെ എല്ലാം ക്രിസ്തുവിൻ്റെ മഹത്വം എന്ത് ചെയ്യണം? വെളിപ്പെട്ടാൽ മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് വൽക്കാലം കർത്താവ് നമുക്ക് വിശുദ്ധി, അല്ലെങ്കിൽ കർത്താവിനാൽ, ആമേൻ, സ്തോത്രം, ദൈവത്തിൻ്റെ മന്ദിരമാണെന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം, അല്ലേ? ഈ മന്ദിരത്തിൽ അനേക രോഗങ്ങളിട്ട്, ഭാരങ്ങളിട്ട്, ആമേൻ, സ്തോത്രം, ശത്രുവായവൻ നമ്മളെ ഓരോ നിമിഷവും തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വൽക്കാലം നമുക്ക്, അതായത് ഒരു ദൈവ പൈതലിന് ദൈവത്തോട് പറയാൻ കഴിയണം, പ്രാർത്ഥിക്കാൻ കഴിയണം, കർത്താവെ അങ്ങ് എന്നിൽ എന്ത് ചെയ്യണേ? മഹുദ്ധീകരിക്കപ്പെടണം, അങ്ങയുടെ മഹത്വം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിൻ്റെ മഹത്വം, അല്ലെങ്കിൽ ക്രിസ്തു നമ്മളിൽ മഹുദ്ധീകരിക്കപ്പെടുവാണെങ്കിൽ നമ്മുടെ ഏത് രീതിയിൽ, അതായത് എവിടെയൊക്കെ നമ്മൾ തല കുനിക്കേണ്ടി വന്ന അവസ്ഥകൾ വന്നാലോ അവിടെയെല്ലാം നമ്മളെ തല എന്ത് ചെയ്യും? ഉയർത്തിപ്പിടിക്കുവാൻ സർവശക്തൻ നമുക്ക് കൃപ നൽകും ദൈവമക്കളെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് വൽക്കാലം നീ ഏത് വിഷയത്തിന്മേലായിക്കോട്ടെ ഭാരപ്പെടുന്നത്, ഇന്ന് വൽക്കാലം നിന്റെ തലയെ ശത്രുവാവൻ താഴ്ത്തി കൊണ്ടുപോകുന്ന അവസ്ഥയിലൂടെയാണ് നീ പോകുന്നത്. ചുറ്റും കടബാധിതയുടെ നടുവിലാണോ നീ ആയിരിക്കുന്നത്? ആമേൻ, സ്തോത്രം, നിനക്ക് മുമ്പോട്ടേക്ക് പോകുവാൻ കഴിയാതെ വണ്ണം നിന്നെ, ആമേൻ, സ്തോത്രം, ഭാരപ്പെടുത്തുന്ന ഏത് വിഷയത്തിൻ്റെ നടുവിലാണെങ്കിലും ഇന്ന് നിനക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവെ അങ്ങ് നീ മഹുദ്ധീകരിക്കപ്പെടണമേ. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ എല്ലാ കർത്തദാസന്മാരിന്മേലും, അല്ലെങ്കിൽ എല്ലാ നമ്മുടെ പൂർവികന്മാരുടെ മേലിലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. അവരൊക്കെയും ദൈവത്തിൻ്റെ മഹത്വം ഓരോ ദിവസവും എന്ത് ചെയ്തിരിക്കുന്നു? ദർശിച്ചവരാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ, ആമേൻ, സ്തോത്രം, അവർ അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മുടെ പൂർവികന്മാർ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നമ്മുടെ പിതാക്കന്മാർ. എങ്കിൽ എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ, അല്ലെങ്കിൽ ഈ തലമുറകളുടെ നടുവിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ടോ? ഇന്ന് കിട്ടുന്നതോ, ജോലിക്ക് പോയി അധ്വാനിക്കുന്നത് കൊണ്ട് ഇന്ന് കഴിഞ്ഞുകൂടുന്നു, ആരാധനയില്ല, പാട്ടില്ല, പ്രാർത്ഥനയില്ല, സ്തോത്ര, ദൈവത്തിൻ്റെ ഒരു മഹത്വം യാതൊന്നിൻ്റെ ആവശ്യമില്ല എന്നുള്ള ആ ഒരു ഇതിലൂടെയാണ്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൂടെ സ്തോത്ര ആൾക്കാരുകൾ സഞ്ചരിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസി എന്നൊരു പട്ടമുണ്ട്, പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വമില്ല, ദൈവത്തിൻ്റെ പ്രസാദമില്ല, ദൈവികമായ ഒരു ഇടപെടൽ പോലും ഇല്ല. ഒരു ദിവസം പോലും ദൈവ സാന്നിധ്യം, ദൈവ ശബ്ദം പോലും കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു കൂട്ടം തലമുറകളുടെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എങ്കിൽ ഇതിൻ്റെ എല്ലാം നടുവിൽ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വ്യാപരിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, അതായത് ജന്മം മുതലേ സ്തോത്ര, താൻ വ്യസനപുത്രനായി തീർന്ന എബ്ബേസിനെ നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ നമുക്കറിയാം. എങ്കിൽ എബ്ബേസ് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, ഹല്ലേലൂയ, അവൻ്റെ കഷ്ടതയിൽ, അവൻ്റെ ആ ഒരു വേദനയെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടതുപോലെ ഇന്ന് വൽക്കാലം എബ്ബേസ് ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്: ദൈവമേ, അങ്ങ് എന്നെ എന്ത് ചെയ്യണം? വിശാലതയാക്കണമേ, എൻ്റെ അവസ്ഥയ്ക്ക് ഒരു വിശാലത നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു, അല്ലേ? ആ പ്രാർത്ഥനയെല്ലാം നമുക്കറിയാം. എങ്കിൽ ആ ഒരു എബ്ബേസിൻ്റെ വേദനയെങ്കിൽ ദൈവം എന്ത് ചെയ്തു? മഹുദ്ധീകരിക്കപ്പെട്ടതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവൻ്റെ ജീവിതം ടോട്ടലി എന്ത് ചെയ്യാന്ന് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതേ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന സ്തോത്രം, ദൈവമക്കളെ, നിങ്ങൾ പോകുന്ന ഏത് ഭാരത്തിലൂടെ ആയിക്കൊള്ളട്ടെ, ഏത് നിരാശയിലൂടെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പോയിന്റിലാണോ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു, അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യാപരിക്കാൻ പോകുന്നത്. അവിടെ എല്ലാം ഉണ്ട് നിങ്ങൾക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ ഈ ലോകത്തിനുള്ളതിന് വില കൊടുക്കാതെ സ്തോത്ര, അന്നന്ന് സ്തോത്ര, ദൈവം എല്ലാം തരുന്നുണ്ട്.
ദൈവം എല്ലാ നന്മകളും തന്ന് ദൈവത്തിന് അങ്ങനെ അനുഭവിച്ചു പോകാതെ വണ്ണ ഹല്ലേലൂയ അങ്ങനെ ആമേൻ സ്തോത്രം ജീവിക്കാതെ വണ്ണ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ മഹത്വം വ്യാപരിക്കണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുട്ടികളിൽ മേൽ, നമ്മുടെ തലമുറകളിൽ മേൽ, നമ്മുടെ ജോലി മണ്ഡലങ്ങളിൽ മേൽ, സകലത്തിന്മേൽ കർത്താവിൻ്റെ മഹത്വം ഈ നാളുകളിൽ ഇറങ്ങണം ദൈവമക്കളെ. ഹല്ലേലൂയ. അവിടെ നമുക്ക് മറ്റൊരു വ്യത്യാസം കാണാം. അവിടെ നമുക്ക് കർത്താവിനെ രുചിച്ചറിയുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ നാളുകളിൽ ആമേൻ സ്തോത്രം കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ പ്രാധാന്യം ജീവിതത്തിൽ എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.